സ്വപ്നത്തിലേക്കൊക്കെ പോകും മുമ്പ് അല്ലെങ്കിൽ ഓടി തുടങ്ങും മുമ്പേ എന്ന് പറയുന്ന രീതിയിൽ കാല് നഷ്ടപ്പെടുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു സാധാരണഗതിയിൽ ഇപ്പം എൻ്റെ ഒരു ഏജിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രായമായതിനു ശേഷം അത് സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ മാനസികമായി കുറച്ചുകൂടെ പ്രിപ്പയർഡ് ആയിരിക്കും. ഈ കുഞ്ഞായിരുന്നപ്പോൾ ആ 8 വയസ്സുകാരൻ എന്താ തോന്നിയത്? അല്ല, ഞാനാണ് സ്വന്തമായിട്ട് കാല് മുറിച്ച് മാറ്റാൻ തുടങ്ങുക. നോട്ട് ലൈക്ക് ഞാൻ 8 വയസ്സിൽ ബിക്കോസ് ഓഫ് എന്നെ അമ്മ എടുത്തോണ്ടാണ് നടത്തുന്നത്. ആ ഒരു കാലിൽ എനിക്ക് ബാരിയർ ആയിരുന്നു. ബിക്കോസ് ഓഫ് അത് കാല് ഒട്ടി ബട്ടക്സ് പറ്റിയിരുന്നു. പിന്നെ അവർ നിറക്കാൻ ശ്രമിച്ചു, അത് എൽ ഷേപ്പിലേക്ക് മാത്രമായി മാറി. പിന്നെ അതുകൊണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് വേറെ നടക്കാനുള്ള പോസിബിലിറ്റി ഇല്ല. ബിക്കോസ് നമ്മുടെ ഈ ജോയിൻ്റ് അവിടെ ഒന്ന് ഒരു പാട പോലെ നെർവ്സ് ഒക്കെ കുരുങ്ങിപ്പോയി. അപ്പോൾ വേറെ പോസിബിലിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ, ആ കാലം തൂങ്ങി നടക്കുന്നതിനേക്കാൾ അമ്മയ്ക്ക് പിന്നെ ആസ്മയുടെ ഒരു കണ്ടീഷനുണ്ട്. പിന്നെ എൻ്റെ എന്നൊരു നാട്ടിൻപുറമാണ് കാട്ടക്കടയിൽ. അപ്പോൾ ആ നാട്ടിൻപുറയിൽ അവിടെ അമ്മേനെ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ ഈ എലിവേഷൻസും കയറ്റമൊക്കെ കയറുന്ന സമയത്ത് അമ്മയ്ക്ക് ഉണ്ടാകുന്ന ആ ആസ്മയുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാക്കാനും കേൾക്കാനും പറ്റും. ബിക്കോസ് അമ്മയുടെ ഇടുപ്പിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത് ഡിസിഷൻ എടുത്താണ് എനിക്ക് ഈ കാലം വെച്ച് ഒരു ജങ്കായിട്ട് കൊണ്ട് നടക്കേണ്ട, ബെറ്റർ ഇത് ആർട്ടിഫിഷ്യൽ ഇതിപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ലിബിലോട്ട് മാറ്റാൻ പറ്റുന്ന ചോയ്സ് കിട്ടിയ സമയത്ത് കാലം മുറിച്ച് മാറ്റിയിട്ട് എൻ്റെ സ്വന്തം ഇതായിട്ട് തന്നെയാണ് എൻ്റെ 12ാമത്തെ സർജറി ആയിട്ട് ഞാൻ ആ കാലം അമ്പിട്ട് ചെയ്ത് കളയുന്നത്. അതിനുശേഷം പിന്നെ ഞാൻ സ്വന്തം കാലം നടക്കാൻ തുടങ്ങി.